ചേട്ടാ ഈ ബോംബെ ടൈലേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ബോംബെ ടൈലേഴ്സ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഖാദർ ബാബു എന്ന് പറയുന്ന തെലുങ്ക് കഥാകൃത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ബോംബെ ടൈലേഴ്സ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ നാടകം ചെയ്തിട്ടുള്ളത്. ഈ നാടകം എന്ന് പറയുന്നത് നമ്മളതിനെ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു 60 വർഷക്കാലത്തെ 1960 മുതൽ 1925 വരെയുള്ള ഒരു തുന്നൽ ചരിത്രം കൂടിയാണ് നാടകത്തിൽ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. രണ്ട് രീതിയിലാണത്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാലഘട്ടം നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ് ബോംബെ ടൈലേഴ്സ് അടിസ്ഥാനപരമായിട്ട് സംസാരിക്കുന്നത്. ഇതിപ്പോ ഈ കഴിഞ്ഞ 9 വർഷമായിട്ടാണല്ലോ ഇതിപ്പോ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് 2016-17 അത് നമ്മൾ അദീതി സ്കൂൾ ഓഫ് പെർഫോമൻസ് എന്നിട്ട് അതിൻ്റെ പേരിലാണ് നാടകം ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ വീണ്ടും ഒരു 9 വർഷത്തിന് ശേഷം പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു കൊറോണയ്ക്കൊക്കെ ശേഷമൊക്കെ നിൽക്കുന്ന ഒരു പീരീഡാണ്. അപ്പം അതിനകത്ത് ഈ മാറ്റങ്ങളെല്ലാം നാടകത്തിലും കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിനകത്താണെങ്കിലും നമ്മൾ പുതിയ സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, റീറൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാടകം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു മലയാളത്തിലെ ഒരു അഭിനയ ചരിത്രം കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള പോപ്പുലർ കൾച്ചറിനകത്തുള്ള പോപ്പുലറായിട്ടുള്ള ഫിലിമിനകത്തുള്ള നാടകത്തിനകത്തുള്ള ആക്ടിങ് ശൈലികളെ നമ്മൾ അതുപോലെ തന്നെ നാടകത്തിലും ചെയ്യുന്നുണ്ട്. കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് തുടങ്ങിയ ഒരു പീരീഡിൽ നിന്ന് പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള പുതിയ കാലത്തിലേക്ക് നമ്മൾ ആക്ടിങ്ങിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പീരീഡിനനുസരിച്ച്. പുതിയ ജനറേഷൻ പിന്നെ ഇതൊരു കോസ്റ്റ്യൂം ഡ്രാമ കൂടിയാണ്.